ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ സെഷൻ സിനോണിംസ് ആണ്. ഇംഗ്ലീഷിൻ്റെ സിനോണിംസിൻ്റെ 4ാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. പാർട്ട് 1, 2, 3 ഇങ്ങനെ 3 പാർട്ട് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. കോഡുകൾ വെച്ചിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ നിങ്ങൾ മിസ്സാക്കാതിരിക്കുക. ക്ലാസ് മുഴുവനായിട്ടും കാണാം. ചെറിയൊരു ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു 20 സിനോണിംസ് ആണ്, കോഡുകൾ വെച്ചിട്ടാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ. സിനോണിംസ്: ഹാഗിൾ, ബാർഗെയിൻ. ഹാഗിൾ, ബാർഗെയിൻ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? ഹാഗിൾ, ബാർഗെയിൻ അല്ലേ? അപ്പോൾ ഹാഗിൾ എന്നുള്ളത് നമുക്ക് ബാങ്കിൾ നിർക്കാലോ. ബാങ്കിൾ മീൻസ് നമ്മളെ വള. ഓക്കെ, അപ്പോൾ ഈ ബാങ്കിളൊക്കെ വളയൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ ബാർഗെയിൻ ചെയ്തുകൊണ്ടായിരിക്കില്ലേ വാങ്ങുന്നത്. അപ്പോൾ ബാർഗെയിൻ. ഓക്കെ, ഹാഗിൾ, ബാർഗെയിൻ. ബാങ്കിളൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ ബാർഗെയിൻ ചെയ്യുന്ന ആലോചിച്ചാൽ മതി. ഹാഗിൾ, ബാർഗെയിൻ. നെക്സ്റ്റ് ബാരൻ, സ്റ്റെറിൽ. ബാരൻ, സ്റ്റെറിൽ. സ്റ്റെറിൽ എന്ന് പറഞ്ഞാൽ വരണ്ട എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ വരുന്നത്, വരണ്ട. അപ്പോൾ ഈ ഭാര്യമാരൊക്കെ വരണ്ട ഒരുപാട് പണിയൊക്കെ എടുത്തിട്ട് ഭയങ്കര വരണ്ട ഒരു സിറ്റുവേഷൻ ആണെന്നൊക്കെ വിചാരിക്കുക. ഓക്കെ, അവരുടെ ലൈഫൊക്കെ ഒന്ന് വരണ്ട ഒരു സിറ്റുവേഷൻ ആണെന്ന് ചുമ്മാ ഒന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഭാര്യ എന്ന് ആലോചിക്കുക. ബാരൻ, സ്റ്റെറൈൽ. ഭാര്യ ഒരു വരണ്ട പോലെയാണ്, സ്റ്റെറൈൽ പോലെയാണ് എന്നൊക്കെ ഒന്ന് ആലോചിക്കുക. ബാരൻ, സ്റ്റെറൈൽ. നെക്സ്റ്റ് ലുക്രറ്റീവ്, പ്രോഫിറ്റബിൾ. ലുക്രറ്റീവ് എന്താണ്? പ്രോഫിറ്റബിൾ. നല്ല ലുക്കായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര പ്രോഫിറ്റ് ആണെന്ന് വിചാരിക്കുക. ലുക്കായിട്ട് ആക്റ്റീവായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര പ്രോഫിറ്റ് ആണെന്ന് വിചാരിച്ചാൽ മതി. ലുക്രറ്റീവ്, പ്രോഫിറ്റബിൾ. ക്യൂവൽ, സപ്രസ്. ക്യൂവൽ, സപ്രസ്. അപ്പോൾ നമ്മൾ ക്യൂവിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഉന്തും തള്ളമൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ നമ്മൾ സപ്രസ് ആവും, നമ്മൾ അല്ലേ, നമ്മൾ ഉന്തും തള്ളമൊക്കെ ചെയ്യുന്നൊക്കെ ഒന്ന് ആലോചിക്കുക. അങ്ങനെ സപ്രസ്. ക്യൂവൽ എന്താണ്? സപ്രസ്. വാനിയൽ, പാർഡോണബിൾ. വാനിയൽ എന്താണ്? പാർഡോണബിൾ. അപ്പോൾ ഞാനിത് ആലോചിച്ചിട്ടുള്ളത്, വാനിയൽ എന്ന് പറയുമ്പോൾ സമയത്ത് നമുക്ക് വേണിയായിട്ട് ആലോചിക്കാമല്ലോ. വേണി. അപ്പോൾ നമ്മുടെ സിനിമാ നടി വാണി വിശ്വനാഥ് ഇല്ലേ, അപ്പോൾ ആ വാണി വിശ്വനാഥ് ഒക്കെ പർദ്ദയൊക്കെ ഇട്ടിട്ടാണ് വരുന്നത് എന്ന് ആലോചിച്ചാൽ മതി. പർദ്ദയൊക്കെ ഇട്ടിട്ട് ഏതെങ്കിലും സീനിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കുക. വാനിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ മാന്നാർ മത്തായി സ്പീക്കിംഗ് സിനിമയില്ലേ, അപ്പോൾ അതിൽ വാണി വിശ്വനാഥ് പർദ്ദയിട്ടിട്ട് വരുന്നില്ലേ. അപ്പോൾ അതൊന്ന് ചുമ്മാ ചിന്തിച്ച് നോക്കിയാൽ ഈ വാണി വിശ്വനാഥ് പർദ്ദയിട്ടിട്ട് വന്നു എന്ന് ചിന്തിച്ചാൽ നമുക്കിത് സിമ്പിളായി കിട്ടുന്നതേ ഉള്ളൂ. വാനിയൽ. വാണി എന്താണ്? പർദ്ദയിട്ടിട്ട് വന്നു, പാർഡോണബിൾ. നെക്സ്റ്റ് സീൽ, പാഷൻ. സീൽ എന്താണ്? പാഷൻ. ഇപ്പോഴത്തെ കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ കാണില്ല, സീലടിച്ച ഡ്രസ്സൊക്കെ ആയിരിക്കുമല്ലോ, പത്രത്തിൻ്റെ മോഡലിലെ ഡ്രസ്സൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു പാഷൻ ആയിരിക്കും അല്ലേ. ഫാഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ സീലടിച്ചതൊക്കെ ഭയങ്കര ഫാഷനാണെന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് പാഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സീല്, പാഷൻ. ഓക്കെ. നെക്സ്റ്റ് അസൈൽ, അറ്റാക്ക്. അസൈൽ എന്താണ്? അറ്റാക്കാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ പഠിച്ചെടുക്കുക കേട്ടോ. അസൈൽ, അറ്റാക്ക്. ഓക്കെ. നെക്സ്റ്റ് ബെല്ലിജറൻറ്റ് എന്താണ്? ഹോസ്റ്റൈൽ. ബെല്ലിജറൻറ്റ് എന്താണ്? ഞാനിത് ആലോചിച്ചിട്ടുള്ളത്, ഹോസ്റ്റലിലൊക്കെ പോകണമെങ്കിൽ റെൻറ്റ് കൊടുക്കണം എന്ന് ആലോചിച്ചാൽ മതി. ഹോസ്റ്റലിലൊക്കെ പോകണമെങ്കിൽ റെൻറ്റ് കൊടുത്താൽ മാത്രം ഹോസ്റ്റലിലൊക്കെ കയറ്റും എന്നൊക്കെ ഒന്ന് ആലോചിക്കുക. ബെല്ലിജറൻറ്റ് എന്താണ്? ഹോസ്റ്റൽ. ഇതിൻ്റെ എക്സാക്റ്റ് പ്രൊണൗൺസിയേഷൻ എനിക്ക് അറിയില്ല കേട്ടോ. ഇത് എനിക്ക് കൃത്യമായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും നിങ്ങൾ സിനോണിംസിൻ്റെ രീതിയിലാണെങ്കിൽ നിങ്ങൾ അർത്ഥം മാത്രം കൃത്യമായിട്ട് നോക്കി വയ്ക്കുക കേട്ടോ. ബെല്ലിജറൻറ്റ് എന്താണ്? ഹോസ്റ്റലാണ്. ഈസോതെറിക് എന്താണ്? സീക്രട്ടാണ്. ഈസോതെറിക് എന്താണ്? സീക്രട്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ആലോചിക്കാം? ഈശോ എന്നായിട്ട് നമുക്ക് എടുക്കാമല്ലോ. ഈശോ നമ്മൾ ദൈവത്തിനൊക്കെ പറയാറില്ലേ ഈശോ. അപ്പോൾ ഈശോൻ്റെ ഒരു കഥയിലൊക്കെ ഒരുപാട് സീക്രട്ട് ഉണ്ടെന്ന് ആലോചിക്കുക. ഈശോൻ്റെ കഥയിലൊക്കെ ഒരുപാട് സീക്രട്ട് ഉണ്ടെന്ന് ആലോചിക്കുക. ലൈഫിലൊക്കെ ഒരുപാട് സീക്രട്ട് ഉണ്ടെന്നൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. ഈശോതെറിക് എന്താണ്? സീക്രട്ട്. നെക്സ്റ്റ് ചാരിറ്റി, ബെനവലൻറ്റ്. അപ്പോൾ ഞാനിത് ചിന്തിച്ചത് ചാരി ഇരുന്നിട്ട് ബനാന തിന്നു എന്നാണ് ചിന്തിച്ചത്. ചാരി ഇരുന്നിട്ട് ബനാന തിന്നു, ബെനവലൻറ്റ്, ബനാന. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഹാഗിൾ, ബാർഗെയിൻ ആണ്. ഹാഗിൾ, ബാങ്കിൾ, വള അല്ലേ, ബാർഗെയിൻ ചെയ്ത് വാങ്ങും. ബാരൻ, സ്റ്റെറിൽ. ഭാര്യ സ്റ്റെറിൽ, വരണ്ട പോലെയാണ്, സ്റ്റെറിൽ. ലുക്രറ്റീവ്, പ്രോഫിറ്റബിൾ. ലുക്കായിട്ട് ആക്റ്റീവായിട്ടുള്ള ആൾക്കാർ ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവരാണെന്ന് വിചാരിക്കുക. ക്യൂവിനൊക്കെ നമ്മൾ സപ്രസ് ചെയ്യുമല്ലോ, സപ്രസ്. വാനിയൽ, പാർഡോണബിൾ. വാണി വിശ്വനാഥ് അതൊക്കെ പറഞ്ഞിട്ടിട്ട് വരുന്ന സീനാലേക്ക് വാനിയൽ, പാർഡോണബിൾ.
സീല് പാഷൻ, സീലിൻ്റെ ഡ്രസ്സൊക്കെ സീലൊക്കെ അടിച്ച ഡ്രസ്സൊക്കെ ഇടുന്നതൊക്കെ ഒരു ഫാഷനാണെന്ന് വിചാരിച്ചാൽ മതി. അറ്റാക്ക്. ബെലിജറൻ്റ് ഹോസ്റ്റൈൽ. അപ്പോൾ റെൻറ്റിനാണ് ഹോസ്റ്റലിലൊക്കെ നിൽക്കാനാവുമോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഹോസ്റ്റലിലൊക്കെ നിൽക്കണമെങ്കിൽ റെൻറ്റ് വേണമെന്ന് ആലോചിക്കുക. ഇസോട്ടെറിക് എന്താണ്? സീക്രട്ട് ആണ്. ഈശോൻ്റെ ഒക്കെ ചരിത്രത്തിൽ ഒരുപാട് സീക്രട്ട് ഉണ്ടെന്ന് ആലോചിക്കുക. ചാരി ഇരുന്നുകൊണ്ട് ബനാന തിന്നു. ബെനവലൻസ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സിനോണിംസിലേക്ക് പോവാം. ഫെലിസിറ്റി ഹാപ്പിനെസ്. അപ്പോൾ ഇത് ഞാൻ ചിന്തിച്ചത്, ഫെലിക്സ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൻ ഇപ്പോൾ നോർമലി നാട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം കാസർഗോഡ് ഒരു ടൗണിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ ചിന്തിച്ചത് വിചാരിച്ചാൽ ഫെലിക്സ് സിറ്റിയിലെത്തിയിട്ട് ഭയങ്കര ഹാപ്പിയാണെന്ന് ആലോചിച്ചാൽ മതി. മീൻസ് ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഫെലിസിറ്റി എന്താണ്? ഹാപ്പിനെസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് കോഡ് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയൊരു കോഡ് പറയാം. ഈ എഫ് അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എലി കിട്ടുമല്ലോ. എലി സിറ്റിയിലെത്തിയതിന് ശേഷം ഭയങ്കര ഹാപ്പിയാണെന്ന് ആലോചിക്കുക. എലി സിറ്റിയിലെത്തിയതിന് ശേഷം ഭയങ്കര ഹാപ്പിയാണെന്ന് ആലോചിച്ചാൽ മതി. ഫെലിസിറ്റി, ഹാപ്പിനെസ്. നെക്സ്റ്റ് സഗാസിറ്റി എന്ന് പറഞ്ഞാൽ വിസ്ഡമാണ്. സഖാക്കന്മാർ സിറ്റിയിലെത്തി കഴിഞ്ഞാൽ സഖാക്കന്മാർ സിറ്റിയിലെത്തി കഴിഞ്ഞിട്ട് ഡോംബ് ഉണ്ടാക്കി നൽകുക. ഡോംബ് മീൻസ് എന്താണ്? ശവകുടീരമൊക്കെ ഇല്ലേ? ഓക്കെ, അപ്പോൾ അതിനാണ് ഡോംബ് എന്ന് പറയുന്നത് കേട്ടോ. സഖാക്കന്മാർ സിറ്റിയിലെത്തിയിട്ട് ഡോംബ് ഉണ്ടാക്കി എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഡോം വിസ്ഡമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഡിപ്രഷൻ. അത് ഓൾറെഡി അറിയുന്നതായിരിക്കും. ഡിപ്രഷൻ. അപ്പോൾ ഒന്നുകൂടി പറയാം. ഫെലിസിറ്റി ഹാപ്പിനെസ് ആണ്. സിറ്റിയിലെത്തിയിട്ട് ഭയങ്കര ഹാപ്പിയാണെന്ന് ആലോചിക്കുക. സഖാക്കന്മാർ സിറ്റിയിൽ ഡോംബ് ഉണ്ടാക്കുന്ന ആലോചിക്കുക. സഗാസിറ്റി, വിസ്ഡം. ഡിസ്ട്രസ്, ഡിപ്രഷൻ. ഓക്കെ, നെക്സ്റ്റ് അൾട്ടിമേറ്റ് ഫൈനൽ. അപ്പോൾ ഇത് കണക്ട് ചെയ്തത് ഫൈനലായിട്ട് എന്നാൽ നമ്മുടെ ടീംമേറ്റിനെ കണ്ടെത്തിയെന്ന് ആലോചിക്കുക. ടീംമേറ്റിനെ ഫൈനലി കണ്ടെത്തിയെന്ന് ആലോചിച്ചാൽ മതി. ടീംമേറ്റിനെ ഫൈനലി കണ്ടെത്തി. അൾട്ടിമേറ്റ് ഫൈനൽ. നെക്സ്റ്റ് ഫ്രാഗ്രൻസ് സെൻറ്റ്. ഫ്രാഗ് മീൻസ് നമ്മൾ ഫ്രോഗായിട്ട് എടുക്കാം, തവള. അപ്പോൾ സെൻറ്റ് കണക്കിന് സ്ഥലത്താണ് ഈ ഫ്രോഗ് ഉണ്ടാവുന്നതെന്ന് വിചാരിച്ചാൽ മതി. ഫ്രാഗ്രൻസ്, സെൻറ്റ്. ഇന്നോക്വസ്, ഹാംലെസ്. അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടുള്ളത് ഇന്നോക്വസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇന്നോവ കാറാണ് ഓർമ്മ വരുന്നത്. ഇന്നോവ. അപ്പോൾ ഇന്നോവ കാറാണല്ലോ. അപ്പോൾ കാറുമായിട്ട് കണക്ട് ചെയ്യാലോ. ഹാംലെസ്, കാറ്. ഇന്നോവ കാറ്. ഇന്നോക്വസ്, ഹാംലെസ്. നെക്സ്റ്റ് ഹിൻഡർ എന്ന് പറഞ്ഞാൽ ഒബ്സ്ട്രക്റ്റ് ആണ്. ഒബ്സ്ട്രക്റ്റ്. അപ്പോൾ ഹിന്ദിയൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് ആലോചിക്കുക. ഹിന്ദി ഒക്കെ പഠിക്കണമെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും എന്നൊക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹിന്ദി ബെസ്റ്റാണ് എന്നൊക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒബ്സ്ട്രക്റ്റുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സുവനീർ, മൊമൻറ്റോ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ആലോചിച്ചിട്ടുള്ളത്, ഈ സുവനീറൊക്കെ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു മൊമൻറ്റോ കൂടി കൊടുക്കുന്നു വിചാരിക്കുക. മൊമൻറ്റോ, സുവനീറൊക്കെ കൊടുക്കുന്ന സമയത്ത് കൂടെ ഒരു മൊമൻറ്റോ കൂടി കൊടുക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അൾട്ടിമേറ്റ് പറഞ്ഞാൽ ടീംമേറ്റിനെ നമ്മൾ ഫൈനലി കണ്ടെത്തി. അൾട്ടിമേറ്റ് ഫൈനൽ. ഫ്രാഗ്രൻസ് പറഞ്ഞാൽ ഫ്രോഗ്. സെൻറ്റ് ആണെങ്കിൽ സ്ഥലത്ത് ഫ്രോഗ് ഉണ്ടാവും. ഫ്രാഗ്രൻസ്, സെൻറ്റ്. ഇന്നോക്കുവസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാംലെസ് ആണ്. ഇന്നോവ കാറ്. ഹാംലെസ്. ഹിൻഡർ എന്നാണ്? ഹിന്ദി ബെസ്റ്റാണ്. ഹിന്ദിയൊക്കെ പറയുന്നത് ബെസ്റ്റാണ്. ഓക്കെ, ബെസ്ട്രക്റ്റ് കുറച്ച് സ്ട്രിക്റ്റ് ഒക്കെ ഉണ്ടാവുന്നൊക്കെ ഒന്ന് വിചാരിക്കുക. സ്ട്രിക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് സുവനീറിന് കൊടുക്കുമ്പോൾ കൂടെ എന്തും കൂടി കൊടുക്കും? മൊമൻറ്റോ കൂടി കൊടുക്കുന്നു എന്ന് അറിയിക്കുക. സുവനീർ, മൊമൻറ്റോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. 20 കാര്യങ്ങളാണ്, 20 സിനോണിംസ് ആണ് നമ്മളിന്ന് പഠിച്ചത്. ഈസിയാണ്, റിസ്ക് ഒന്നും ഇല്ലാത്ത കാര്യമാണ്. ബൈഹാർട്ട് പഠിക്കരുത്. എന്ത് ചെയ്യുക? കോഡുകൾ വെച്ചിട്ട് മാത്രം പഠിക്കുക. ബൈഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റായി പോകും. അതുകൊണ്ട് എന്തായാലും കോഡുകൾ വെച്ചിട്ട് മാത്രം നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പോൾ ഒരു 2 പ്രാവശ്യം മീൻസ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. റിസ്ക് ഇല്ലാത്ത കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ ക്വസ്റ്റ്യൻ പറയുകയാണ്. ഓക്കെ, ഹാഗിളിൻ്റെ സിനോണിംസ് എന്താണ്? ഹാഗിൾ എന്ന ഒരു വാക്ക്, അതിൻ്റെ സിനോണിംസ് എന്താണെന്നാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം.
ഏതായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കോഡും അതുപോലെ ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് പറയുക. കോഡൊക്കെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറയണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക് യു.